നമ്മളെപ്പോലെ ക്ലീൻ ഷേവ് ചെയ്താൽ കടുവയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒരുപാട് പ്രശ്നങ്ങൾ കടുവ അഭിമുഖീകരിക്കേണ്ടി വരും, പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ. കടുവയുടെ മീശയുടെ പേര് വൈബ്രിസ എന്നാണ്. ഈ വൈബ്രിസയാണ് കടുവയ്ക്ക് സഞ്ചാരത്തിലെ സന്തത സഹചാരി. ഈ രോമങ്ങളിലൂടെ വെയിൻ കടന്നു പോകുന്നുണ്ട്. അത് തലച്ചോറിലേക്ക് സിഗ്നലും എത്തിക്കുന്നുണ്ട്. ഒരുതരം റിസപ്റ്ററുകളായിട്ടാണ് ഇവ പ്രവർത്തിക്കുന്നത്. കടുവയുടെ മുഖം ശ്രദ്ധിച്ചാൽ അറിയാം, ശരീര വലിപ്പത്തിന്റെ അത്രയും തന്നെ വീതിയിലാണ് മീശകളുള്ളത്. ഇത് മുന്നിലുള്ള വസ്തുക്കളുടെ വീതി, വലിപ്പം, എങ്ങനെ പെരുമാറണം എന്നതൊക്കെ തലച്ചോറിന് സിഗ്നൽ എത്തിച്ചു കൊടുക്കുന്നു. അതായത് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ കടുവ പ്രവേശിക്കുകയാണെങ്കിൽ ഈ മീശ അവിടെ തട്ടിയാൽ അങ്ങോട്ട് പോകണ്ട എന്ന് ഈ മീശ പറഞ്ഞു കൊടുക്കും കടുവയ്ക്ക്. അല്ലാതെ കണ്ണുകളല്ല ആ സമയത്ത് കടുവയ്ക്ക് പ്രവർത്തിക്കുന്നത്. നമ്മൾ 4 വീലർ ഡ്രൈവ് ചെയ്യുമ്പോൾ വലതുവശത്തെ ഗ്ലാസ് ആണല്ലോ മുഴുവൻ ബാലൻസും നിശ്ചയിച്ചു തരുന്നത്. അല്ലാതെ പുറത്തിറങ്ങി നമ്മൾ വഴിയിലെ ഇടുക്കവും ഇടുക്കമില്ലായ്മയും കണ്ടിട്ടല്ലല്ലോ കാറ് മുന്നോട്ടെടുക്കുന്നത്. കടുവയ്ക്ക് ഇരയെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും വേട്ടയാടാനുമൊക്കെ സഹായിക്കുന്നതിൽ പ്രധാന പങ്ക് മീശ വഹിക്കുന്നുണ്ട്. അതിജീവനത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ് മീശ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കാറ് മുന്നോട്ടെടുക്കുമ്പോൾ സൈഡ് ഗ്ലാസ് തട്ടുന്നുണ്ടോ എന്നല്ല നോക്കുക. അതുപോലെ തന്നെ കടുവ മുന്നോട്ട് പോകുമ്പോൾ മീശ തട്ടുന്നുണ്ടോ എന്നാണ് നോക്കുക. ശാരീരികമായി കാണാതെ മൊത്തം സറൗണ്ടിങ്ങിൽ എന്തൊക്കെ നടക്കുന്നു എന്ന് ദൃശ്യവൽക്കരിക്കാൻ മീശ കടുവയെ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോലെ ക്ലീൻ ഷേവ് കടുവയ്ക്ക് ഒരിക്കലും സാധ്യമല്ല.